ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ലോങ് ഗ്യാപ്പ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ പോയി മേലൊക്കെ കഴുകി വന്നു. ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സന്ധ്യാനേരമായില്ലേ, ഇപ്പോൾ ഇവിടെ 6:45. ഞാൻ മേലൊക്കെ കഴുകി വന്നു. ഇനി വിളക്ക് വയ്ക്കണം. അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ വരും. വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡോറ് തുറന്നു കൊടുക്കാവേ. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വിളക്കക്കലൊക്കെ കഴിഞ്ഞ് അച്ഛനും വന്നു. ഇനിയിപ്പോൾ അമ്മ അടുക്കളയിൽ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ അമ്മേനെ പോയി കാണാവേ. അപ്പം അമ്മ നിന്ന് രാത്രിയിലേക്ക് നമുക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. കുക്കിങ്ങിനാണ് എന്താ കടല വറക്കും. രാത്രിക്ക് എന്താ ഫുഡ്? ബർഗോളല്ലേ രാത്രിക്ക്? നമുക്ക് ബർഗോളിന്റെ ഉപ്മാവൊക്കെ ആട്ടോ. അരീസ് ഉണ്ട്. പിന്നെ അവിടെ അരീസ് ഉണ്ട്. ഇതൊക്കെയാണ് രാത്രിക്ക് നമുക്കുള്ള ഫുഡ്. അപ്പം നമ്മൾ ബോംബെ സ്വീറ്റ്സിൽ പോയപ്പോൾ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളതാട്ടോ കച്ചോരി എന്ന് പറയേ. നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് ഈ ഇമിലി സോസും വെച്ച് നമ്മൾ കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്കത് കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. അതവിടെ നിന്ന് കൈയിട്ട് വരണുണ്ടല്ലോ, അടുപ്പത്തുനിന്ന് അങ്ങനെ കൈയിട്ട് വാരി കഴിക്കുന്നു. അണ്ണാക്ക് പൊള്ളി കാഴ്ച ആക്രാത കാരണം അണ്ണാക്ക് പൊള്ളി. അയ്യോ, കടല വീക്ക്നെസ്സാ. പണ്ട് കടല വറക്കാൻ പോകലായിരുന്നു പണി. അപ്പൊ നമ്മുടെ കച്ചോരി ഇവിടെ ഓവനിൽ ഇരുന്നിട്ട് ചൂടാവുന്നുണ്ട്. ചൂടായിട്ട് കഴിക്കുമ്പോൾ കാണാം. നമുക്ക് കച്ചോരി കഴിക്കാൻ കഴിച്ചു. ബാ, നമ്മളിങ്ങനെ കച്ചോരി ആദ്യം നടു പൊളിക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇമിലി സോസ് ഒഴിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ കടിച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ കഴിക്കേണ്ടത്. പക്ഷേ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുകയും ചെയ്യാം. കൂട്ടത്തിൽ ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കും. നല്ല ടേസ്റ്റ്. അങ്ങനെ കഴിക്കാം. അവരവിടെ ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ടി വി കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈവനിങ്ങിൽ അച്ഛൻ വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അച്ഛൻ്റെ കുളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഞാനും ഇരിക്കും കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അതിനുശേഷം ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തൊന്ന് പോകാം കേട്ടോ. രണ്ടുപേരും കൂടി ഇന്ന് ടി വി ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഗൈസ്. നമ്മൾ രാത്രി അമ്മയും അച്ഛനും ഇവിടെ അരീസാട്ടോ ഫുഡ് ഉണ്ടോ. അൾട്രേറ്റ് എടുത്തിട്ട് അരീസ് അച്ഛനും അമ്മയും കഴിക്കണേ. എനിക്ക് ഉപ്മാവ് കിട്ടും. ഞാൻ അരീസ് കഴിക്കൂല. ഉപ്പയ്ക്ക് ഉപ്മാവും പിന്നെ പുഴുങ്ങിയ പഴവും പിന്നെ പപ്പടം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്നും വൈകുന്നേരം ഇങ്ങനെ ഒന്നെങ്കിൽ വെറുതെ നടക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷട്ടിൽ അങ്ങനെ എന്തെങ്കിലും കളിക്കാനൊക്കെ പോകും. അപ്പം ഇന്നിപ്പോൾ ഷട്ടിൽ കളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ.
എന്താ ലിഫ്റ്റും പിടിച്ച് നിൽക്കുന്നത് കണ്ടോ ഗൈസ്. എവിടെ പോവാ? ഞങ്ങളെങ്ങനെ കളിക്കാൻ പോകാൻ രണ്ടാളും കട്ട് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഷട്ടിൽ കളിക്കാനായിട്ടില്ലേ ഇവിടുത്തെ പാർക്കിലാട്ടോ. ഷട്ടിൽ കളിക്കാൻ ഇവിടുത്തെ പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛനമ്മ ബാക്കിലുണ്ട്. അച്ഛാ ഹായ് പറയൂ. അച്ഛാ അമ്മ നിങ്ങൾ കളിക്കണില്ലേ? എന്നാ കളിക്കും. നടന്നതിന്റെ പിന്നെ അവിടെ നടന്നേനല്ലേ? നിങ്ങൾ പണ്ട് സ്കൂളിലേക്കൊക്കെ നടന്നിട്ടല്ലേ പോയിരുന്നത്? അമ്മ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോയി കയറുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മ എത്തിയത്. കളിക്കൂ. നോ റെസ്റ്റ്. കളിക്കൂ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ടൂർണമെന്റ് നടക്കാൻ പോവാണ്. അടി എപ്പ വീഴും നോക്കിയാ. അതെ, അടി എപ്പ വീഴും. കളിക്കാൻ അറിയാത്തോണ്ട് കളിക്കാൻ അറിയാത്തോണ്ട് അതുള്ളത് അംഗീകരിക്കില്ല. നടക്കണം. കാറ്റായി തുടങ്ങി അതാണ്. അതെ ഇനി കാറ്റിനെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. അങ്ങോട്ട് ഓരോ സ്ഥലത്തേക്ക് ഇടുന്നത് നീ ആവുമ്പോ ശരിക്കും കളിക്കുന്നത്. അതാ കളിക്കാൻ അറിയണം. ഞാനാവുമ്പോ ശരിക്കും കളിക്കേണ്ടത്. കളിക്കാൻ അറിയണോണ്ടാണ്. അങ്ങനെ നമ്മളെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോവാട്ടോ. ക്ഷീണിച്ചിട്ടാ അച്ഛൻ ക്ഷീണിച്ചാ? ഇത്രയും നേരം ഇവിടെ റെസ്റ്റ് എടുക്കാറുണ്ടോ? ഞാനും അമ്മയും കൂടി കളിക്കുമ്പോ എത്ര നേരം അറിയാം റെസ്റ്റ്. എന്നിട്ട് കളിക്കാൻ വിളിച്ചപ്പോ വരാൻ മടി. അതെ. എന്നാണോ ടൂർണമെന്റ് കളിക്കാൻ പോയി? ലോക വിടുവായത്രല്ലാണ്ടാ പറയില്ല. ഞാനും എന്റെ മമ്മീനെ സ്വന്തം പെങ്ങളെയാട്ടാ പറയുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ടൂർണമെന്റ് കളിക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ബാഡ്മിന്റൺ കളി ഞങ്ങൾ ചെയ്യാറുണ്ട്. മമ്മിയും കൂട്ടിയിട്ടില്ലേ? മമ്മി ഞാനും എന്റെ മൂത്ത പെങ്ങളായിട്ട്. അതെ. മമ്മി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ മമ്മിയെ? എന്റെ പെങ്ങളും കുട്ടിക്കാരൻ മുതൽക്കന്നെ ഞങ്ങള് ബാഡ്മിന്റൺ പ്രിയറായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ ബാറ്റ് വാങ്ങിത്തരും, ബാറ്റും ഷട്ടിലും വാങ്ങിത്തരും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കളിച്ച്. നമ്മള് പോവാട്ടോ. നാളെ അച്ഛന് ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ ചെന്ന് നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. റൂമിൽ ചെന്നിട്ട് നമ്മൾ കിടക്കും. നമ്മുടെ ഫ്ലാറ്റ്
ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി ഗൈസ്. ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റ് എൻട്രൻസ് ഫ്ലാറ്റിൻ്റെ. അപ്പോൾ നമ്മൾ കളിക്കാനൊക്കെ പോയി ഇത് കളിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അച്ഛനും അമ്മയും കിടന്നു. ഇനിയിപ്പോൾ ഞാനും കൂടി കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്കില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇതിൽ ചെറിയൊരു എനർജി കുറവൊക്കെ നിങ്ങൾക്ക് കാണും, കാരണം ഇത്രയും ഡേയ്സൊക്കെ വീഡിയോസൊക്കെ ചെയ്യാതിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി കുറവും ചെറിയൊരു ചമ്മൽ പോലും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താകുമ്പോൾ നമുക്ക് വേഗം സെറ്റ് ആയിക്കോളും. അപ്പോൾ ശരി.